നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് ദീർഘവീക്ഷണത്തോടെയുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണമെന്ന് ബെന്നി ബെഹനാൻ എം പി ചൊവ്വാഴ്ച വിഷൻ പെരുമ്പാവൂർ കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനോജ് മൂത്തേടൻ MLA നേതൃത്വത്തിൽ പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിലായിരുന്നു കോൺക്ലേവ്. ഒരു പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ദീർഘവീക്ഷണത്തോടെയുള്ള മാസ്റ്റർ പ്ലാൻ ആണ് ആവശ്യമെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. മനോജ് മൂത്തേടൻ MLA നേതൃത്വത്തിൽ പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിഷൻ പെരുമ്പാവൂർ കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഇത്തരമൊരു കോൺക്ലേവ് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. കുറെ 5 വർഷക്കാലത്ത്, അല്ലെങ്കിൽ 5 അല്ല, 5 വർഷമാണ് ഗവൺമെന്റിന്റെ കാലാവധി, ജനപ്രതിയുടെ കാലാവധി. പക്ഷേ വിഷനാണ് വേണ്ടത്, ആസൂത്രണമാണ് വേണ്ടത്, കാഴ്ചപ്പാടാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ നേരത്തെ മനോജ് സൂചിപ്പിച്ചതുപോലെ ഒരു 50 വർഷത്തെ ഭാവി പെരുമ്പാവൂരിനെ രൂപകൽപ്പന ചെയ്യാൻ തക്ക തലത്തിലുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ആദ്യം പങ്കിട്ടുകൊണ്ട് സംസാരിക്കാം. ഞാൻ തൃക്കാക്കരയിൽ MLA ആയപ്പോൾ, നിങ്ങൾക്കറിയാം, തൃക്കാക്കര ഒരു നഗരപ്രദേശം മാത്രമാണ്, പഞ്ചായത്ത് ഇല്ലാത്തൊരു നിയോജകമണ്ഡലമാണ്, കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും മാത്രമാണ്. അവിടെ ഇതുപോലെ തന്നെ ഒരു കോൺക്ലേവ്, അവിടുത്തെ ഒട്ടേറെ നിരവധി തലത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ, ജഡ്ജിമാരടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഞാനൊരു യോഗം ഇതുപോലെ വിളിച്ചുകൂട്ടി അവരുടെ നിർദ്ദേശങ്ങൾ ആരാഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി അവരോട് പറഞ്ഞു, ഇവിടെ കേൾക്കുന്ന നിർദ്ദേശങ്ങൾ നാളെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു ഘട്ടം ഘട്ടമായി മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളേത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അന്ന് വിളിച്ചു കൂട്ടിയ ആ കോൺക്ലേവിൽ അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണത്തിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളാണ് പിന്നീട് വന്ന ഗവൺമെന്റുകൾ, ഞാൻ ഒരു ഗവൺമെന്റ് മാത്രമല്ല, UDF ഗവൺമെന്റ് ആണെങ്കിലും LDF ഗവൺമെന്റ് ആണെങ്കിലും പിന്നീട് വന്നത് ഘട്ടം ഘട്ടമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലൈ ഓവറുകൾ ഉൾപ്പെടെ, അവിടുത്തെ മെട്രോയുടെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ, അവിടുത്തെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചെന്നുള്ളത്, അതെല്ലാം അന്ന് ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങൾ ആണ് നമുക്ക് നടപ്പാക്കേണ്ടത്. പെരുമ്പാവൂരിന്റെ പൈതൃകമായ തടി വ്യവസായത്തെ കൂടുതൽ കാര്യക്ഷമമാക്കണം. നിലവിലെ പ്ലൈവുഡ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സർക്കാർ അനുവദിച്ച 10 കോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതം വിനിയോഗിച്ച് പെരുമ്പാവൂരിൽ ഫർണിച്ചർ ഹബ്ബ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണം. ട്രാവൻകൂർ റയോൺസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം കിൻഫ്ര, KSEB എന്നിവയ്ക്ക് കൈമാറിയത് കൂടാതെ ബാക്കിയുള്ള ഭാഗം പ്രായോഗികമായ വലിയ പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തുവാൻ ചർച്ചകൾ ഉണ്ടാകണം. മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഗതാഗതക്കുരുക്കിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിനായി പെരുമ്പാവൂർ ബൈപ്പാസ് നിർമ്മാണം വേഗത്തിലാക്കണം. പെരിയാർ നദിയിൽ കൂടി വാട്ടർ മെട്രോ സർവീസ് നടത്തുവാൻ സാധ്യതാ പഠനം നടത്തി പ്രാവർത്തികമാക്കിയാൽ നെടുമ്പാശ്ശേരി, കാലടി, ആലുവ, ഏലൂർ, കൊച്ചി ഭാഗത്തേക്കുള്ള ഗതാഗതത്തിനും ചരക്ക് ഗതാഗതത്തിനും കൂടാതെ നമ്മുടെ നാടിൻ്റെ ടൂറിസം വികസനത്തിനും വാട്ടർ മെട്രോ കൂടുതൽ സാധ്യതയുള്ളതായി തീരുന്നതാണ്. 2, കാലങ്ങളായി പെരുമ്പാവൂരിലെ ഗതാഗത കുരുക്ക് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പ്രയാസ നിവാരണത്തിനായി ദീർഘവീക്ഷണത്തോടെ റിംഗ് റോഡ് പ്രാവർത്തികമാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കണം. വല്ലത്തു നിന്നും കുറുപ്പംപടിയിലേക്കും, കുറുപ്പംപടിയിൽ നിന്ന് വട്ടക്കാട്ടുപടിയിലേക്കും, വട്ടക്കാട്ടുപടിയിൽ നിന്ന് പാലക്കാട്ട് താഴത്തേക്കും റോഡുകൾ നിർമ്മിച്ച് റിംഗ് റോഡായി ദീർഘദൂര വാഹനങ്ങൾ ടൗണിൽ പ്രവേശിക്കാതെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുക. സർവ്വ ഏരിയയാണ് ചെമ്പർക്കി ഏരിയ. അവിടെ 110 kV ലൈൻ നിലവിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തി അവിടെ ഒരു പുതിയ സബ്സ്റ്റേഷൻ അനുവദിക്കണം. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, KSEBയുടെ മെറ്റീരിയൽസ് പെട്ടെന്ന് സെക്ഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് ഓടക്കാലി കേന്ദ്രീകരിച്ച് ഒരു സ്റ്റോർ, KSEBയുടെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയ്ക്കായിട്ട് ഒരു സ്റ്റോർ അനുവദിക്കണം. അതുപോലെ പെരുമ്പാവൂർ മേഖലയിലേക്കായിട്ട് നമുക്കറിയാം, വൈദ്യുതി മുടക്കത്തിൻ്റെ ആ ഒരു നമ്പർ ഓഫ് ഇൻട്രപ്ഷൻസ് കുറയ്ക്കുവാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് RMU ഒക്കെ കൂടുതലായിട്ട് വിതരണ ലൈനിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈനുകൾ ഒരു
കണ്ടക്ടറായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. കവേഡ് കണ്ടക്ടറായിട്ടോ ABC കേബിളൊക്കെ ആയിട്ടോ ഒക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. KICBയുടെ ഓൺ ഫണ്ടില് ശരാശരി ഓരോ വിതരണ സെക്ഷനിലായിട്ട് 1 കോടി രൂപ നിരക്കിലൊക്കെ ഇത് ചെയ്തു പോകുന്നുണ്ട്. ഇത് കൂടുതൽ ഫണ്ട് അനുവദിച്ച് കൂടുതൽ മേഖല കവേഡ് കണ്ടക്ടറാക്കി മാറ്റുകയാണെങ്കിൽ ഈ ഇൻട്രപ്ഷൻ ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. ഒപ്പം നിലവിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ശബരി റെയിൽപാത പുനരാരംഭിക്കുന്നതിനായുള്ള നടപടികൾ കൈക്കൊള്ളണം. പെരുമ്പാവൂരിലെ കാർഷിക, ടൂറിസം, ആരോഗ്യ മേഖലകളുടെ വികസനത്തിനും മുൻഗണന നൽകണം. വേങ്ങൂരിലെ പാണിയേലി പോര് പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനായി ടൂറിസം മന്ത്രിയെ നേരിട്ടെത്തിച്ച് പ്രാദേശിക ചർച്ചകൾ നടത്തണം. സ്പോർട്സ് രംഗത്ത് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പോലെയുള്ള പൊതുസ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തി ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കണമെന്നും CSR ഫണ്ടുകൾ കൂടി വിനിയോഗിച്ച് കിടപ്പു രോഗികൾക്കും അവശർക്കും വേണ്ടിയുള്ള സാമൂഹ്യക്ഷേമ സാന്ത്വന പദ്ധതികൾ വിപുലീകരിക്കണം. ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ളതായ മാറി വരുന്നതായ തദ്ദേശ സ്വയംഭരണ പരാതി ഇതിനു മുമ്പുള്ള പല മീറ്റിങ്ങുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത് അതുവരെയായിട്ട് പല രാഷ്ട്രീയ സ്വാധീനം മറ്റുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം അത് നീണ്ടു പോകുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിപ്പേട്ടയിലൊക്കെ ആണെങ്കിൽ അതിനുള്ള സ്ഥലം വേണ്ടതാനും അതിനുള്ള സജഷൻ ഉള്ളതാണ്. പക്ഷെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. 2, നമ്മുടെ PWDയുടെ കാനകൾ നമുക്കറിയാം. യാത്രീ നിവാസിന്റെ മുമ്പിൽ ഏകദേശം അരുണാഭാവ് തൊട്ട് പെട്രോൾ പമ്പ് വരെ ഈ PWDയുടെ കാനുകളിലുള്ള മലിനജലം നിറഞ്ഞ് മഴ പെയ്യുമ്പോൾ മലിനജലം നിറഞ്ഞ് അത് ഫുട്പാത്തിലൂടെയും അവിടെ സ്ഥിതി ചെയ്യുന്ന പല സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് PWDയുടെ കാനുകൾ 2 സൈഡും പൊടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആ മണ്ണെടുത്ത് മാറ്റുന്നതിനോ അതുമായി ബന്ധപ്പെട്ട സ്ലാബുകൾ എടുത്ത് മാറ്റുന്നതിനോ അതല്ലെങ്കിൽ സ്ലാബുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയും വെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകാനുള്ളതായ സാഹചര്യം അവിടെയില്ല. അങ്ങനെയായിരിക്കും ചില പല കാര്യങ്ങള് തദ്ദേശ സ്വയംഭരണ പലയിടത്തും മണ്ണ് മാറ്റുകയും ഇവിടെ മണ്ണ് മാറ്റാൻ വന്നപ്പോൾ ഈ കണ്ട സാഹചര്യമാണ്. സ്ലാബുകളൊക്കെ ഇടിഞ്ഞു പോയി അവർക്ക് യാതൊരു കാരണവശാലും മണ്ണ് മാറ്റുന്നുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. പെരുമ്പാവൂരിന്റെ സാമ്പത്തിക വ്യാവസായിക അടിത്തറ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന അതിഥി തൊഴിലാളികളെ അതിഥികളായി തന്നെ കണ്ട് അവർക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും MP പറഞ്ഞു. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന്റെ നവീകരണത്തിനായി ആഭ്യന്തര മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരമൊരു വിപുലമായ ജനകീയ ചർച്ച സംഘടിപ്പിച്ച മനോജ് മൂത്തേടൻ MLAയുടെ നടപടി മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരുമ്പാവൂരിന്റെ പ്രാദേശിക പ്രശ്നങ്ങളും അവയുടെ പ്രാധാന്യവും ആഴത്തിൽ മനസ്സിലാക്കിയ വിഭിന്ന മേഖലകളിൽ അനുഭവ സമ്പത്തുള്ള പ്രമുഖരുടെ വലിയൊരു നിര കോൺക്ലേവിൽ അണിനിരന്നു. നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ എല്ലാം ഈ നമ്മുടെ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ടുണ്ട്. ഗതാഗത കുരുക്ക് ഉൾപ്പെടെ, ട്രാവൻകൂർ റേവൻസിന്റെ പ്രശ്നം ഉൾപ്പെടെ, KSRTC സംശയം ഉൾപ്പെടെ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉൾപ്പെടെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളും ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് നമുക്കൊരു 50 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകണം, ഒരു 25 വർഷം കഴിയുമ്പോൾ എങ്ങനെയാകണം, ഒരു 10 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകണം എന്നൊക്കെ അങ്ങനെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിൽ ഷോർട്ട് ടൈമിൽ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഏതെങ്കിലും വികസന പദ്ധതികൾ വേണം. എന്തെല്ലാം പൊതുവായിട്ടുള്ള ആരോഗ്യ മേഖലയിലാണെങ്കിൽ, ജനക്ഷേമ മേഖലയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ആത്മീയമായി അല്ലെങ്കിൽ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കലാകായിക സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് പെരുമ്പാവൂരിന്റെ സാധ്യതകളെയൊക്കെ എങ്ങനെ നമുക്കൊന്ന് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള എല്ലാ സംഘടനകളും നമുക്കറിയാം. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക, കലാരംഗത്തുള്ള, കായിക രംഗത്തുള്ള, അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, കോളേജുകൾ ഉൾപ്പെടെ, അങ്ങനെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ, അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ സംഘടനകളുടെയും എല്ലാം പ്രതിനിധികളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണം പെരുമ്പാവൂർ വികസനം? അപ്പോൾ നമുക്കൊരു പ്രസംഗത്തേക്കാൾ കൂടുതൽ നമുക്ക് പോസിറ്റീവായ നിർദ്ദേശങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കോർഡിനേറ്റർ MM ഷാജഹാൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, സാമുദായിക സംഘടനാ ഭാരവാഹികൾ, വ്യവസായികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കോൺക്ലേവിൽ പങ്കുവച്ചു. ഇപ്പൊ നമുക്കിന്ന് നമ്മുടെ വചനങ്ങൾ വളരെയധികം മുറിക്കകത്തിരുന്ന് ആരോഗ്യമുള്ളവർ കഷ്ടപ്പെടുകയാണ്. പുറത്തേക്കൊന്ന് വരുവാനോ ഒന്ന് ഉല്ലസിക്കുവാനോ അവർക്ക് സാഹചര്യമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ
പഞ്ചായത്തുകളിൽ 1-2 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് പകൽ വീടുകൾ ആരംഭിക്കാനുള്ള ശ്രമം നമ്മുടെ നിഗമനത്തിലുണ്ടാകണം. ഇനി മാത്രമല്ല, നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ ഈ പകൽ വീട് നടത്തുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള നിയമവശം MLA ഒന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും അതിനെപ്പറ്റി ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. ആസ് വെൽ ആസ് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അവരുടെ സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ടുള്ളത് അവരുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവരെവിടെ പോകണം നമുക്കൊരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ വന്ന് ഒരാൾ പോയി നമ്മൾ അറിയില്ല. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് വേറെ ഉള്ളത് ഞാൻ പീഡിയാട്രീഷ്യനായി ഒരു ഹെൽത്ത് കാർഡ് എല്ലാം ഈ പെരുമ്പാവൂർ ഏരിയയിലാണെങ്കിൽ ഒരു ഹെൽത്ത് കാർഡ്, അതായത് ബേസിക് ആയിട്ട് വേണ്ടത് കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ഹൈറ്റ്, വെയിറ്റ്, ബേസിക്സ് ആണെങ്കിൽ. സോ നമുക്കൊരു ഐഡിയ കിട്ടും. അവർക്ക് ഈ നമ്മളിപ്പോൾ പറയണ പോലെ മിക്ക പിള്ളേർക്കും ഈ വെയിറ്റ് കൂടുണ്ട്, അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവും. സോ അതിനൊരു ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. അതെങ്ങനെയാണ് പോണത്, അതിന് പിന്നെ എന്താ ചെയ്യേണ്ട കൂടിയും നമുക്കൊരു ഐഡിയ കൊടുക്കാൻ പറ്റും പാരൻസിന്. താങ്ക് യു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.